സോറി ഈഷ, ഐ എം സോറി. നിന്നിങ്ങനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷെ വീട്ടിലിരുന്നിട്ട് ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. സത്യം പറയാലോ, നിന്റെ അത്രയും ഭംഗിയുള്ളൊരു പെണ്ണെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയാണ് സത്യം. ഓ, എന്നെങ്ങനെ നോക്കല്ലേ ഈഷ, ഞാൻ മരിച്ചു പോവും. ഓ, ഭയങ്കര ഭയങ്കര ആശ്വാസം തോന്നുന്നു. എന്താ പറയുക, ഈ 10-14 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ മുന്നിൽ ചിക്കൻ ബിരിയാണി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് എൻ്റെ അവസ്ഥ. വെള്ളമില്ലാതെ ഊണോ ഉറക്കോ ഇല്ലാതെ ഒരു 100 വർഷം നിന്നെ എങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനിക്ക്? അങ്ങനെയൊന്നും പറ്റില്ലായിരിക്കും. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നണു. നിന്റെ വീട്ടുകാരോ തന്നെ തല്ലുന്നതിന് മുമ്പ് ഞാൻ പറയാം. ഐ ലവ് യു ഐഷ. ഇപ്പൊ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. നന്നായി ആലോചിച്ചിട്ട് ഒരുപാട് സമയമെടുത്തിട്ട് ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. വിനോദ്, മനസ്സിലാഗ്രഹിച്ചത് മുഴുവൻ മൂടിക്കെട്ട് ജീവിക്കുന്ന സ്ത്രീകളെടുത്തറിഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ ജീവിക്കാൻ പ്രയാസമാണ്. എനിക്കത് പറ്റില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് വിനോദിനോട് ഇത് പറയാൻ തീരുമാനിച്ചത്. കളങ്ങളിലെ അക്ഷരങ്ങൾ ഒളിപ്പിച്ചപ്പോഴും ഓഡിറ്റോറിയത്തിൽ വെച്ച് തട്ടം വിടാൻ പറഞ്ഞപ്പോഴും സംസാരിക്കാൻ അറിയാതെ പകച്ചു നിന്നപ്പോഴും ശല്യം ചെയ്തവരെ ശകാരിച്ചപ്പോഴും മതിൽ ചാടി വന്ന എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും അസൂയയും ദേഷ്യവും മറച്ചു വെച്ച് നല്ലവനായി അഭിനയിക്കാതിരുന്നപ്പോഴും ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അയാളുടെ ജാതി, മതം, ജീവിതം, ചുറ്റുപാടും ഒന്നും എനിക്കറിയില്ല. പക്ഷേ മരിച്ചുപോയ എൻ്റെ ഉമ്മയ്ക്ക് ശേഷം സ്നേഹം കൊണ്ട് സ്വാധീനിച്ച മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പൊന്നേപ്പടി ഗോപാല മാഷിൻ്റെ വീട്ടില് നിസ്കാരപ്പായ വിരിക്കാൻ ഒരു മുറി ഒഴിച്ചു തരുമോ? താങ്ക് യു. താങ്ക് യു.